ഇന്ന് ജീവശാസ്ത്രം പൊതുജനാരോഗ്യം, അതായത് നമ്മളിന്ന് ബയോളജിയാണ് പഠിക്കാൻ പോകുന്നത്. മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. കോശത്തിനെ കുറിച്ചാണ്. ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് കോശമാണ്. ഞാൻ വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ പറയുമ്പോൾ കൂടെ പറഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിരിക്കും, നമ്മുടെ മൈൻഡിൽ ഇത് നിൽക്കും കേട്ടോ. 2-3 ദിവസത്തിന് ശേഷം പിന്നെയും നമ്മൾ ഈ വീഡിയോ തന്നെ അല്ലെങ്കിൽ നിങ്ങളിതൊരു ബുക്കിൽ എഴുതി വെച്ചിട്ട് റിമൈൻഡ് ചെയ്യണം കേട്ടോ. ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകം കോശം. എല്ലാ ജീവശരീരവും കോശനിർമ്മിതമാണ്. കോശത്തെക്കുറിച്ചുള്ള പഠനം സൈറ്റോളജി. സെൽ എന്ന ലാറ്റിൻ പദത്തിനർത്ഥം ചെറിയ മുറി. ചെറിയ മുറി. കോശ സിദ്ധാന്തം അല്ലെങ്കിൽ സെൽ തിയറി ആവിഷ്കരിച്ചത് M.J. ഷ്ലിഡൻ ആൻഡ് തിയോഡർ ഷോൺ. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കാട്ടോ, നിങ്ങൾ വായിച്ച് പഠിക്കുക. അതുകൊണ്ടാണ് ഞാൻ ആ ബുക്കിൻ്റെ എഴുതിയിരിക്കുന്ന ഭാഗം തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. എന്തെങ്കിലും വായിക്കുന്നതിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് കറക്റ്റ് ചെയ്യണം. വോയിസ് എത്രമാത്രം കറക്റ്റായിട്ട് വീഡിയോയിലൂടെ കിട്ടുമെന്ന് എനിക്കറിയില്ല. ഫോണിന് ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ നാക്കുളുക്കലൊക്കെ ഉണ്ട്. അതുകൊണ്ട് മാക്സിമം സ്ക്രീനിൽ നോക്കുക, ഒരു നോട്ട്ബുക്കിൽ എഴുതി വെച്ച് പഠിക്കുക കേട്ടോ. കോശ സിദ്ധാന്തം മുന്നോട്ട് വെച്ച 2 മുഖ്യ ആശയങ്ങൾ: എല്ലാ ജീവശരീരവും കോശനിർമ്മിതമാണ്. ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങളാണ് കോശങ്ങൾ. കോശകേന്ദ്രം കണ്ടെത്തി അതിനെ ന്യൂക്ലിയസ് എന്ന് വിളിച്ച ശാസ്ത്രജ്ഞൻ റോബർട്ട് ബ്രൗൺ 1831. കോശകേന്ദ്രം കണ്ടെത്തി അതിനെ ന്യൂക്ലിയസ് എന്ന് വിളിച്ച ശാസ്ത്രജ്ഞൻ റോബർട്ട് ബ്രൗൺ 1831. ജീവനുള്ള കോശം ആദ്യമായി കണ്ടെത്തിയത് ആൻഡൻ വാൻ ലുവാൻ ഹുക്ക്. പ്രധാന കോശഭാഗങ്ങൾ: മർമ്മം, കോശദ്രവ്യം, കോശസ്തരം, കോശഭിത്തി, മൈറ്റോകോൺട്രിയ, ഫേനം. പ്രധാന കോശഭാഗങ്ങൾ: മർമ്മം, കോശദ്രവ്യം, കോശസ്തരം, കോശഭിത്തി, മൈറ്റോകോൺട്രിയ, ഫേനം. ഒരു കോശം മാത്രമുള്ള ജീവികൾ ഏകകോശജീവികൾ. ഏകകോശ ജീവികളുടെ സവിശേഷതകൾ: സ്വതന്ത്രമായി നിലനിൽക്കുന്നു. ജീവന് ആവശ്യമായ ധർമ്മങ്ങൾ നിർവഹിക്കുന്നു. ഏകകോശ ജീവികൾക്കുദാഹരണം അമീബ, പാരമീസിയം, യൂഗ്ലിന, ബാക്ടീരിയ. ഏകകോശ ജീവികൾക്ക് ഉദാഹരണം അമീബ, പാരമീസിയം, യൂഗ്ലിന, ബാക്ടീരിയ. 2 അതിലധികമോ കോശങ്ങളുള്ള ജീവികൾ ബഹുജീവികൾ. ബഹുകോശജീവികൾ. ബഹുകോശ ജീവികൾക്ക് ഉദാഹരണം സസ്യങ്ങൾ, ജന്തുക്കൾ. ബഹുകോശ ജീവികൾക്ക് ഉദാഹരണം സസ്യങ്ങൾ, ജന്തുക്കൾ. കോശസ്തരം ലിപ്പിഡുകളും പ്രോട്ടീനുകളും കൊണ്ട് നിർമ്മിതമാണ്. കോശസ്തരത്തിന്റെ ഫ്ലൂയിഡ് മൊസൈക്ക് മാതൃക മുന്നോട്ട് വച്ച ശാസ്ത്രജ്ഞൻ സിംഗർ നിക്കോൾസൺ 1972. കോശസ്തരത്തിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന ദ്രവ്യപദാർത്ഥം കോശദ്രവ്യം. കോശസ്തരത്തിനകത്ത് നമ്മൾ നേരത്തെ കോശസ്തരം ഏറ്റവും പുറമേ ഉള്ളത് കോശസ്തരമാണെന്നാണ് പഠിച്ചതല്ലേ നമ്മൾ. കോശത്തിന്റെ ആവരണം കോശസ്തരമാണ്. ഒരു ജന്തുകോശത്തിന്റെ ഏറ്റവും പുറമേയുള്ള ഭാഗം കോശസ്തരമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കോശസ്തരത്തിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന ദ്രവ്യപദാർത്ഥമാണ് എന്തോന്ന്? കോശദ്രവ്യം.
കോശസ്തരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് അറിയപ്പെടുന്നത് ജീവദ്രവ്യം. കോശസ്തരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും ഇത് ഒരുപാട് വായിക്കുമ്പോൾ നാക്ക് ഉളുക്കുന്നതാണേ. കോശസ്തരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് അറിയപ്പെടുന്നത് ജീവദ്രവ്യം. ജീവദ്രവ്യത്തിനുള്ളിൽ മർമ്മം ഒഴികെയുള്ള ഭാഗം അറിയപ്പെടുന്നത് കോശദ്രവ്യം. ജീവദ്രവ്യത്തിനുള്ളിൽ മർമ്മം ഒഴികെയുള്ള ഭാഗം അറിയപ്പെടുന്നത് കോശദ്രവ്യം. ഒരു സസ്യകോശത്തിന്റെ ഏറ്റവും പുറമേയുള്ള ഭാഗം കോശഭിത്തി. ഒരു സസ്യകോശത്തിന് ഏറ്റവും പുറമേയുള്ള ഭാഗം കോശഭിത്തി. കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്ന വസ്തു സെല്ലുലോസ്. കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്ന വസ്തു സെല്ലുലോസ്. ഇതിപ്പോൾ നമ്മൾ ഈ ഒരു +2 ലെവലിലൊരു ടെസ്റ്റാണ് നമ്മൾ നോക്കുന്നത്. നമ്മളല്ലാത്ത ഞാൻ എന്ത് പഠിക്കുന്നു അത് നിങ്ങളിലോട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കൂടെ കൂട്ടുക. നമ്മൾ അടുത്ത് മർമ്മത്തിനെ കുറിച്ചായിരിക്കും ഞാൻ ഷോർട്സിൽ ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തേക്കാം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വേറെ കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് വീഡിയോസൊക്കെ ചെയ്യാം, പഠിക്കാം, ഒരുമിച്ച് തുടങ്ങാം. ഒരുപാട് എക്സാംസ് വരുന്നുണ്ട്. അതിനുവേണ്ടി നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാം കേട്ടോ.